ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാർ എത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ആളുകളുടെ പ്രതികരണത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാർ പോലും പറയുന്നുണ്ടെന്നൊക്കെ സുതീഷ് പറയുകയുണ്ടായി. ഒരു മാറ്റത്തിന് നമുക്ക് എപ്പോഴും അറിയാം, ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചാഞ്ചാന്ന് നിൽക്കുന്ന കേരളത്തിൽ ഇത്തവണ UDF സാധ്യത എന്ന് അങ്ങനെ ഒരു സംശയം ഉയരുന്നുണ്ട്. മധ്യ കേരളം പ്രത്യേകിച്ച് ഒരു മാറ്റത്തിന് തയ്യാറാകുമോ, NDAക്ക് ഒരു അവസരം കൊടുക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDAയും. ഞാൻ പ്രധാനമായും ചോദിക്കാൻ വന്നത്, ഈ അവസാന ദിവസങ്ങളിൽ അവസാന ലാപ്പിൽ കൂടുതൽ പ്രചാരണ രംഗത്ത് തിളക്കം പകരാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ എന്തായാലും നമ്മുടെ രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ എത്തുന്നുണ്ട്. മറ്റ് മുന്നണികളിലെല്ലാം കൂടുതൽ താരപ്രചാരകരെ ഈ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ള ആ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രചാരണ രംഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകളോ അങ്ങനെ കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, മധ്യ കേരളത്തിലെ ഓരോ മണ്ഡലത്തിലെയും അവസാനഘട്ട പ്രചരണങ്ങൾക്ക് അവർ പ്രധാനമായും താരങ്ങളെ, സിനിമാ താരങ്ങളെ അടക്കം അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും UDF ആയാലും LDF ആയാലും ആ രീതിയിൽ ശ്രമിക്കുന്നു. NDA സംബന്ധിച്ചിടത്തോളം അമിത്ഷാ മധ്യ കേരളത്തിൽ വരുന്നതോടുകൂടി മൊത്തത്തിൽ ഒരു ആവേശം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് കേന്ദ്ര നേതാക്കൾ അടക്കമുള്ളവർ വരുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും മറ്റും LDFൻ്റെ പ്രചരണത്തിനായി എത്തിയിരുന്നു. ആ രീതിയിലെല്ലാം കേന്ദ്ര നേതാക്കളെ മൂന്ന് മുന്നണികളും രംഗത്തിറക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചരണം ഒരു രീതിയിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ആവേശം പകരുന്ന റോഡ് ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ടും മറ്റും കൊട്ടിക്കലാശം അതിഗംഭീരമാക്കാനാണ് ഓരോ മുന്നണികളും ശ്രമിക്കുന്നത്. ഇപ്പോൾ എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മൂന്ന് മുന്നണികളും ശക്തമായ രീതിയിൽ പ്രചരണ രംഗത്തുണ്ട്. അത് LDFൻ്റെ സ്ഥാനാർത്ഥി പുതിയ ഒരാളായിരുന്നപ്പോൾ ആദ്യം അല്പം പിന്നോക്കമായിരുന്നെങ്കിൽ അവർക്കും പ്രചരണത്തിൽ കാര്യമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഹൈബീഡൻ കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിൽ, മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലമാണെങ്കിൽ പോലും അതിനെ അല്പമെങ്കിലും ധ്രുവീകരിച്ചുകൊണ്ട് മൂന്ന് മുന്നണികൾക്കും ഇടിച്ചു കയറാനുള്ള ഒരു പ്ലാറ്റ്ഫോം എറണാകുളത്ത് ലഭ്യമായി എന്നതാണ് ഏറ്റവും നിർണായകം. അതോടൊപ്പം തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ് 2020-യുടേത്. അവർക്കും കഴിഞ്ഞ അസംബ്ലി നിയമസഭാ മത്സരത്തിൽ പോലും അവരുടെ ഒരു ശക്തി, ചെറുതായിട്ടെങ്കിലും ശക്തി തെളിയിക്കാൻ കഴിഞ്ഞതാണ്. അവർ പിടിക്കുന്ന വോട്ടുകൾ മറ്റു മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കുന്നതുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള 2020-യുടെ ഒരു സാന്നിധ്യം UDFനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോർച്ച ഉണ്ടാക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ്. അതും NDAക്ക് പ്രയോജനകരമായി വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു. ഈ രീതിയിലെല്ലാം അവസാനഘട്ട പ്രചരണം കൂടിയാവുമ്പോൾ മൂന്ന് മുന്നണികളിൽ ആര് മുന്നിലെത്തും എന്നത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ സാന്നിധ്യം കേന്ദ്ര സർക്കാരിൻ്റെ ആ വികസന നയങ്ങളും അവരുടെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ അതിൻ്റെ ഒരു ഉപഭോക്താവായി മാറിക്കഴിഞ്ഞവരാണ് പല വോട്ടർമാരും എന്നത്. അത് ഒരു പരസ്യവാചകത്തിനും രാഷ്ട്രീയ പ്രചരണത്തിനും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും എല്ലാം അപ്പുറം അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനഘട്ട ഒരു പ്രചരണം കൂടി കൊഴുപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ ഒരു പ്രയോജനം ഏത് മുന്നണിക്കാണോ അനുകൂലമായ ഒരു ചിന്താഗതി ഉള്ളത് അത് ഊട്ടിയുറപ്പിക്കാൻ അവസാനഘട്ട പ്രചരണങ്ങളിലൂടെ കഴിയും എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കോട്ടയത്തേക്ക് നോക്കിയാലും ചാലക്കുടി നോക്കിയാലും ഒക്കെ തന്നെ NDA സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ കോട്ടയത്ത് മൂന്ന് മുന്നണികളുടെയും ഘടകകക്ഷികൾ മത്സരിക്കുമ്പോൾ ഇല്ലെങ്കിൽ പ്രധാന പാർട്ടി അല്ലാത്തവർ മത്സരിക്കുമ്പോൾ അവിടെ ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ തുഷാറിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും പ്രചരണങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ പോകുന്നു. കേരള കോൺഗ്രസിൽ നിന്നും ചില രാജികളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിൻ്റെ കുറവുകൾ നികത്തി അവരുടെയും പ്രചരണം മുന്നോട്ട് പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയത്തും ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രവചന അതീതമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ചാലക്കുടിയിൽ രവീന്ദ്രനാഥാണ് അവിടെ UDFൻ്റെ മണ്ഡലമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിൽ പോലും രവീന്ദ്രനാഥിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ണികൃഷ്ണൻ എന്ന NDAയുടെ സ്ഥാനാർത്ഥിയും വലിയ രീതിയിൽ പ്രചരണത്തിലൂടെ മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെ അവസാന ഘട്ടത്തിലുള്ള ഈ പ്രചരണത്തിന് വലിയ ഒരു പ്രാധാന്യം തന്നെയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ മുന്നണിയും ആ രീതിയിൽ പോകുന്നത്. ഇവിടെ എല്ലാം തന്നെ നാളത്തെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രചരണ പദ്ധതിക്കാണ് മുന്നണികളെല്ലാം തന്നെ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നതും ലക്ഷ്മി.